അവള് വന്നെന്ന് തോന്നുന്നു. ഇക്കാ ആ നിന്നെ കാണാത്തോണ്ടേ ഞാൻ ഇക്കായ അങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് ഇരിക്കുവായിരുന്നു. എന്തടി ഇത്ര താമസിച്ചത്? താമസിച്ചതാ, ബസ് കിട്ടണ്ടേ? ബസ് കിട്ടി. പിന്നെ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇത്രയും ദൂരം വരണ്ടേ? അവിടുന്ന് കുറച്ചിഞ്ഞ് നടക്കണം അല്ലേ? ഓട്ടോ ഒന്നും കിട്ടിയില്ലേ? ഞാൻ അതല്ലേ പറഞ്ഞ ഇക്ക അങ്ങോട്ട് പറഞ്ഞു വിടാം, നീ അപ്പോഴും വന്നാ മതിയെന്ന്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇനി വരത്തില്ലേ. ഞാൻ എന്താ കൊച്ചു കുഞ്ഞാ? അല്ല, ഉമ്മ വിളിച്ചിട്ട് ഒത്തിരി സമയമായി. അപ്പൊ ഞാൻ അങ്ങനെ ഉമ്മായൊന്ന് വിളിക്കാ, എപ്പൊ നീ ഇറങ്ങി എന്നൊക്കെ ഒന്നുകൂടെ ചോദിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നയാ. ഉമ്മാക്ക് പിന്നെ എങ്ങോട്ട് ഇറങ്ങിയാലും വെപ്രാളം തന്നെ. ഇല്ലെങ്കിൽ ഇക്കായ ബസ് സ്റ്റാൻഡിലോട്ട് പറഞ്ഞു വിടാം. ഇക്ക റെഡിയാ? ഇക്ക വന്നിക്കാ? ഇക്ക ഉണ്ടാ? നീ കേറിയിരിക്കേ. നിനക്ക് ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ടോ ഓഫീസിലേക്ക്? അതിവിടെ വർക്കല്ലേടി? അവിടെ തന്നെ. അത് കുഴപ്പമില്ല, ഇവിടെ ബസ് ഉണ്ട് അങ്ങോട്ട്. ഒരു ബസ്സിൽ പോയാൽ മതി. ഷിജി, നീ എത്തിയാ? ഇനിയിപ്പോ എനിക്കൊരു കൂട്ടായി അല്ലേക്ക? ഇപ്പൊ ഷെമിക്കൊരു കൂട്ടായല്ലേ? അല്ല, ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരും ഇല്ലായിരുന്നു. ഇക്ക ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ രാത്രി ആവത്തില്ലേ? നീ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അതാ സന്തോഷമായത്. വാ, റൂമിലോട്ട് പോവാ. നീ അവൾക്ക് പോയി വെള്ളം ഇട്. അവൾ അവിടെ നിന്ന് ഇത്രയും ദൂരത്തിൽ നടന്നിങ്ങ് വന്നതല്ലേ. ഞാൻ വെള്ളം എടുക്കാം. അപ്പൊ നീ അവിടെ ഇരി, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. തണുത്ത് കുടിക്കുമല്ലേ? നല്ല തണുത്ത് തന്നെ എടുത്തോ. തൊണ്ടവേനയൊന്നും ഇല്ലല്ലോ ഇപ്പം? ഒരു കുഴപ്പമില്ല. എങ്കിൽ ഞാൻ പോയി തണുത്ത് എടുത്തിട്ട് വരാം. പോയി. എന്തായാലും നമ്മൾ ഒരുമിച്ചായി. ഇപ്പൊ ഒരു വീട്ടിലായില്ലേ. അവളെ കേക്കണ്ട. എന്തായാലും നീ കഷ്ടപ്പെട്ട് ട്രാൻസ്ഫർ വാങ്ങിയത് കൊള്ളാം. അല്ല, ഞാൻ ഇത് കഷ്ടപ്പെട്ടാന്നറിയോ ഇങ്ങോട്ട് വാങ്ങിയത്? എവളൊരു പൊട്ടത്തിയ, അവളൊന്നും അറിയത്തില്ല. ഓക്കെ, മറ്റേ നമ്മൾ ഒളിച്ചൊളിച്ചല്ലേ പോവുകയും വരെയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് വേണ്ട, ഇവിടെ തന്നെ ഉണ്ടല്ലേ. പിന്നെ ഇവിടെ അടുത്തല്ലേ, ബസ്സിന് കയറിയാൽ 10 മിനിറ്റ്. എനിക്കറിയാം, കമ്പനി എനിക്കറിയാം. അങ്ങോട്ട് പോയിട്ട് ഇങ്ങ് വരാമല്ലേ പെട്ടെന്ന്. ഞാൻ പറഞ്ഞത് നിന്നെ ഹോസ്റ്റലിൽ നിർത്താമെന്നാണ്. പിന്നത് എവള് പിന്നെ നമ്മളെ ഇടയിൽ ഒരു ഇത് വരണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഞാനൊരു ശല്യായോ? ചുമ്മാടി, വെറുതെ പറയുന്നത്. അല്ല, നീ ഇത്ര ഞാൻ ഇവിടെ ഉള്ളപ്പോ പിന്നെ നിന്നെ ഹോസ്റ്റലിൽ നിർത്തുന്ന എന്തിന്? വെറുതെ പറയുന്നത്. ഞാനൊന്നിനും ഇല്ലേ. വാ, റൂമിൽ പോ. ഞാൻ എടുക്കാം. വേണ്ട, ഗിബ.
ഈ റൂമാണ്, ഞാൻ എടുത്ത് കുടിച്ചോളാം. ചെല്ലേ. അയ്യോ, ഇത്ത കണ്ടു കാണത്തില്ലേ? എന്തിനാ ഇങ്ങനെ വന്നത്? അവളവിടെ കിടന്ന് പോത്തുപോലെ കിടന്നുറങ്ങുന്നു. എങ്കിലും തെറ്റാണ് കേട്ടോ. നമ്മൾ കുറച്ചു നേരം സംസാരിച്ചും പറഞ്ഞിരിക്കാം. വേണ്ട, എനിക്ക് പേടിയാവുന്നു. അതൊന്നും വേണ്ട. ഇത്ത അറിഞ്ഞ എന്ത് പ്രശ്നവും. നീ പേടിക്കൊന്നും വേണ്ട. വേണ്ട, നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഇത്ത പാവം, അവള് എനിക്കിപ്പം മനസ്സിന് ഭയങ്കര ടെൻഷന്. എന്തിനു ടെൻഷൻ അടിക്കുന്നത്? അവളത് വല്ലതും അറിഞ്ഞ. അവളൊന്നും അറിയത്തൊന്നുമില്ല. എവിടെ പോയി? ബാത്റൂമിലല്ലേ? കഥ തുറന്നു കിടക്കുന്നു. സംസാരിച്ച് നമ്മളിപ്പം പിരിയാൻ വയ്യാതായി. പക്ഷേ എനിക്ക് അവളെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തോ പറ്റിക്കാൻ? ഡോറ് തുറന്നിട്ടിട്ട് അവിടെ പോയി. ഷിജിയുടെ റൂമിൽ ലൈറ്റ് കിടക്കുന്നല്ലോ. അവൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ആരെ പറ്റിക്കുന്ന നമ്മള്? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴ് എനിക്ക് ഞാൻ എൻ്റെ മനസ്സേക്കാതെ ഞാൻ പറഞ്ഞപ്പോൾ ട്രാൻസ്ഫർ വാങ്ങി വന്നത്. പക്ഷേ അത് ഇങ്ങനെയൊന്നും വരണ്ട കേട്ടോ. ഡോറൊക്കെ ലോക്കാണല്ലോ. ഷിജി, ഷിജി റൂം തുറ. ഇപ്പൊ എന്താ ചെയ്യും?
നാളായി തുടങ്ങിയിട്ട്? എടി പറ, എത്ര നാളായിട്ട് തുടങ്ങിയിട്ടത്? നീ കയറി ഒളിച്ചിരിക്കുന്ന നിങ്ങള് നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നോ? രണ്ടുപേരും കൂടെ ഒത്ത് ചതിക്കുമായിരുന്നോ എന്നെ? പറ. പറ, എത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. കുറച്ച് നാളായ? അപ്പം ഇത്രയും നാള് ഞാൻ ഒരു പിടിയാവുമായിരുന്നോ? അപ്പം അതിനു വേണ്ടിയാണോടി നീ ഇങ്ങോട്ട് വന്നത്? എന്റെ സ്ഥാനം കയ്യേറാൻ വന്നയാണോ നീ? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇത്ര നാളെ കൂടെ കഴിഞ്ഞ ഞാനാ? എനിക്ക് യാതൊരു വിലയില്ലായിരുന്നോ? നീ എന്റെ അനിയത്തിയല്ലോടെ, എന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നോ? രണ്ടുപേരും കൂടെ. ഞാൻ വെറും വിഡ്ഢി. എനിക്ക് അവളോട് ജീവിക്കാനാ ഇഷ്ടം. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാന് നിനക്ക് വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം കണക്ക് പോവാം. എന്തായാലും നിങ്ങളുടെ ഒരു വേലക്കാരിയായിട്ടൊന്നും ഇവിടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പൊയ്ക്കോളാം മോളെ. പിന്നെ നീ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. 10 കൊല്ലം കൂടെ ജീവിച്ച എന്നെ ഒരു നിമിഷം കൊണ്ട് തള്ളിപ്പറഞ്ഞ ആളാ ഇന്നലെ കണ്ട നീ വിശ്വസിക്കാൻ പോകുന്നത്. എനിക്കൊരു വിഷമവും ഇല്ല. കാര്യം ചതി ഞാൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഇതല്ല പോകണ്ട.
ഞാൻ എന്തിനാണ് ഇവരുടെ ജീവിതത്തിൽ വന്നത്? ഞാനല്ലേ തെറ്റുകാരി. ഞാൻ എവിടെ നിൽക്കും? സമൂഹത്തിന് മുന്നിലും ആരുടെ മുന്നിലും തെറ്റുകാരി ഞാനായിരിക്കും. ഞാനാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. ഇത്ര ഇതിന് പോകണ്ട. ഇത്ത, ഞാൻ പോവുക. ഞാനല്ലേ പോണ്ടത്? ഞാൻ പോവാ. ഒരിക്കലും അല്ല. ഞാനെവിടെ തെറ്റുകാരി. ഞാൻ തന്നെയാണ് ഇവിടുന്ന് ഒഴിഞ്ഞു മാറേണ്ടത്. പക്ഷെ ഇങ്ങോട്ട് അറിയില്ല എങ്ങോട്ട് പോണം, എന്ത് ചെയ്യണമെന്ന്. ഞാൻ പോവുക. ഇനി നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞാൻ വരത്തില്ല. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. എന്നോടുത്ത ക്ഷമിക്കണം. കുറച്ച് നാളായിട്ട് ഈ വീട്ടിനകത്ത് തളച്ചിട്ടല്ലേ എന്നെ. ഇനി ഇവിടുന്ന് ഇറങ്ങിയ എങ്ങോട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അതാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആർക്കും വേണ്ടാത്ത എന്നെയല്ലേ. ഞാനല്ലേ പോണ്ടത്. ഞാൻ പോവാം. ആർക്കും ശല്യമാവല്ല. അതുപോലും പറയാൻ എനിക്ക് അർഹതയില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാം. ഇത്ത എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞാൻ വരത്തില്ല. ഇത്ത എല്ലാം മറക്കണം പ്ലീസ്. ഇനി ഇത് ശരിയാവുന്നില്ല. ഞാനാ ഇനി എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാ നീ പറയുന്നത്? ഒരിക്കലും ശരിയാവത്തില്ല. ഞാൻ വലിയൊരു വിശ്വാസവഞ്ചന കാണിച്ച ആളുടെ കൂടെ ഇനി ആ വിശ്വാസം എനിക്ക് ഉണ്ടാവില്ല. ആ ചതി എനിക്ക് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. ഇനി എനിക്ക് പഴയ പോലെ പറ്റത്തില്ലടാ. പ്ലീസ് എല്ലാം മറക്കണം. എന്നെപ്പറ്റി ഇനി ഒരു ഓർമ്മയുണ്ടാവരുത്. ഞാൻ പോവാ. ഇത്ത ഒരിക്കലും ഇവിടുന്ന് പോവരുത്. എനിക്ക് വേണ്ടി ഞാൻ കാല് പിടിക്കാം. എനിക്ക് ഇനി എന്തായാലും പഴയ പോലെ ആവാൻ പറ്റത്തില്ല. പ്ലീസ് എന്നെ അന്വേഷിച്ച് വരരുത്.